6 കുട്ടികളുടെ മരണത്തിനിടയാക്കിയ ആലപ്പുഴ കളർക്കോട് അപകടം നാം കഴിഞ്ഞ ആഴ്ച റിയൽ സ്റ്റോറിയിൽ ചർച്ച ചെയ്തതാണ്. അപകടങ്ങളും അപകട മരണങ്ങളും നിരന്തരം വാർത്തയാകുമ്പോൾ റോഡ് സേഫ്റ്റി നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടണമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച അവസാനിപ്പിച്ചത്. ഇപ്പോഴിതാ കടമ്പയിൽ നിന്നും വന്ന ഒരു വാർത്തയാണ് നാടിനെ ആകെ വേദനയിലാഴ്ത്തിയിരിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് ചാറ്റൽ മഴയ്ക്കൊപ്പം കല്ലടിക്കോട് പനയമ്പാടത്ത് പെയ്തിറങ്ങിയത് കണ്ണീരാണ്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പനയമ്പാടത്ത് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 വിദ്യാർത്ഥിനികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 4 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയ അപകടമുണ്ടായത്. സിമന്റ് കയറ്റി വന്ന ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ച ശേഷമാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞതെന്നാണ് സമീപവാസികൾ പറയുന്നത്. സ്കൂളിൽ നിന്ന് മടങ്ങാനായി ബസ് കാത്തുനിന്ന വിദ്യാർത്ഥിനികളുടെ ദേഹത്തേക്കാണ് കൂറ്റൻ ചരക്ക് ലോറി മറിഞ്ഞത്. വിദ്യാർത്ഥിനികളിൽ 3 പേർ സംഭവ സ്ഥലത്ത് വെച്ചും ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയുമാണ് മരിച്ചത്. സാധാരണ കുടുംബങ്ങളാണ് 4 പേരുടെയും. ഇർഫാന ഷെറിന്റെ പിതാവ് അബ്ദുൾ സലാമിന് ലോഡിംഗ് ജോലിയാണ്. റിദ ഫാത്തിമയുടെ പിതാവ് അബ്ദുൾ റഫീഖ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. നിദ ഫാത്തിമയുടെ പിതാവ് അബ്ദുൾ സലീമിന് മരപ്പണിയാണ്. ആയിഷയുടെ പിതാവ് ഷറഫുദ്ദീന് പലചരക്ക് കച്ചവടമാണ്. ഇർഫാനയും നിദയും അടുത്ത ബന്ധുക്കളുമാണ്. സ്കൂളുകളിൽ പരീക്ഷയായിരുന്നതിനാൽ സ്കൂൾ വിട്ട് പുറത്തിറങ്ങുമ്പോൾ പതിവുള്ള തിരക്കുകൾ നിരത്തിലുണ്ടായിരുന്നില്ല. ആയിഷ ഒഴികെ മറ്റ് 4 പേരും സ്കൂളിൽ ഒരേ ഡിവിഷനിലാണ് പഠിച്ചിരുന്നത്. മരണത്തിന് കാരണമായ ഈ അപകടത്തിൽ എതിരെ വന്ന വാഹനത്തിനെതിരെ കേസെടുത്തു പോലീസ്. വണ്ടൂർ സ്വദേശി പ്രജീഷിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രജീഷ് അശ്രദ്ധയോടെയും അമിത വേഗത്തിലും വാഹനം ഓടിച്ചെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. അതേസമയം 4 കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവം ഞെട്ടിക്കുന്നതും ദാരുണവുമെന്ന് മുഖ്യമന്ത്രി. പരിക്കേറ്റ എല്ലാ കുട്ടികൾക്കും അടിയന്തര ചികിത്സ നൽകുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അപകടത്തെ സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വാഗ്ദാനങ്ങൾ വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങി പോകാതെ കൃത്യമായി പാലിക്കപ്പെട്ടില്ലെങ്കിൽ അപകടങ്ങളും അപകട മരണങ്ങളും ഇനിയും തുടർക്കഥയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മറ്റൊരു മരണ വാർത്തയ്ക്കും കൂടി ഈ ആഴ്ച സാക്ഷിയായിരുന്നു. ഭർത്തു വീട്ടിലെ പീഡനം നവവധു ആത്മഹത്യ ചെയ്തു. പ്രണയിച്ച് കല്യാണം കഴിച്ച് 1 മാസം കഴിയുന്നതിന് മുൻപ് നവവധു ഭർത്തു വീട്ടിൽ തൂങ്ങി മരിച്ചു തുടങ്ങി നിരവധി വാർത്തകൾ നമ്മൾ ദിനം പ്രതി കേൾക്കുന്നതാണ്. ആത്മഹത്യാ വാർത്തകൾ ഇപ്പോൾ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. ഒരു ദിവസം രാവിലെ പത്രം തുറക്കുന്ന ഒരു ശരാശരി മലയാളി ഒരു ആത്മഹത്യാ വാർത്തയെങ്കിലും കാണാതിരിക്കില്ല എന്നത് ഞെട്ടിക്കുന്ന ഒരു സത്യമാണ്. അത്തരത്തിലൊരു വാർത്തയാണ് തിരുവനന്തപുരം പാലോട് നിന്നും നാം കേട്ടത്. തിരുവനന്തപുരം പാലോട് നവവധു തൂങ്ങി മരിച്ച സംഭവമായിരുന്നു അത്. തെന്നൂർ ഇടവം കൊന്നമൂട് കാണി സെറ്റിൽമെന്റ് കിഴക്കുംകര വീട്ടിൽ ശശിധരന്റെ മകൾ ഇന്ദുജിയാണ് മരിച്ചത്. മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അഭിജിത്തിന്റെ നന്ദിയോട് ഇളവട്ടത്തുള്ള വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് യുവതിയെ കണ്ടെത്തിയത്. 4 മാസങ്ങൾക്ക് മുൻപാണ് ഇരുവരുടെയും വിവാഹം നടന്നത്. പ്രണയ വിവാഹമായിരുന്നു. 2 വർഷത്തോളം പ്രണയിച്ച ശേഷമായിരുന്നു വിവാഹം. 4 മാസം മുൻപാണ് ഇന്ദുജിയെ അഭിജിത്ത് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത്. അമ്പലത്തിൽ പോയി താലി കെട്ടിയ ശേഷം ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. ഇതിനുശേഷം ഇരുവരും അഭിജിത്തിന്റെ കുടുംബത്തോടൊപ്പം ഇളവട്ടത്തെ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. ഇന്ദുജ വഞ്ചിയൂർ സ്വകാര്യ ലാബിൽ ലാബ് ടെക്നീഷ്യനായിരുന്നു.
മരണശേഷം ഇന്ദുജിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തിയിരുന്നു. നെടുമങ്ങാട് തഹസിൽദാരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മർദ്ദനമേറ്റ പാടുകൾ കണ്ടത്. ഇന്ദുജിയുടെ കണ്ണിന് സമീപവും തോളിലുമാണ് പാടുകൾ കണ്ടെത്തിയത്. അഭിജിത്തിന്റെ വീട്ടിലേക്ക് തങ്ങളെ കയറ്റാറില്ലായിരുന്നുവെന്നാണ് ഇന്ദുജിയുടെ അച്ഛൻ ശശിധരൻ പറഞ്ഞത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഇന്ദുജിയുടെ അച്ഛൻ ശശിധരൻ കാണി പോലീസിന് പരാതി നൽകി. സഹോദരി ആത്മഹത്യ ചെയ്യില്ലെന്ന് ഇന്ദുജിയുടെ സഹോദരനും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. യുവതിക്ക് ഭർത്തൃവീട്ടിൽ നിന്ന് ഭീഷണിയും മാനസിക പീഡനവും ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് കുടുംബം പരാതിയിൽ പറയുന്നു. വിവാഹശേഷം ഇന്ദുജയുടെ ഭർത്തൃവീട്ടിൽ ചെന്ന് കാണാൻ തങ്ങളെ അനുവദിച്ചിരുന്നില്ല. ഇന്ദുജ തന്നെ ഇത് പല ദിവസങ്ങളിൽ ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുമുണ്ട്. മരണത്തിനു പിന്നിൽ അഭിജിത്തിനും മാതാവിനും പങ്കുള്ളതായി സംശയിക്കുന്നുണ്ടെന്നും ഇന്ദുജയുടെ പിതാവ് ശശിധരൻ പരാതിയിൽ പറയുന്നു. കേരളത്തിലെ സാമൂഹിക ജീവിതത്തിന്റെ നേർക്ക് ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ് ആത്മഹത്യ ചെയ്യുന്നവരുടെ വർധനവ്. ആരോഗ്യകരമായ ചർച്ചകളും പരിഹാര മാർഗങ്ങളും ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. ശബരിമലയിൽ നിന്ന് മറ്റൊരു വാർത്ത നാം കേൾക്കുകയുണ്ടായി. അത് മറ്റൊന്നുമല്ല, ജനപ്രിയ താരമെന്ന് വിശേഷിപ്പിക്കുന്ന ദിലീപിന്റെ ശബരിമല സന്ദർശനം. ദിലീപ് ആയതുകൊണ്ടും അദ്ദേഹം സെലിബ്രിറ്റി ആയതുകൊണ്ടും സംഭവം കേറിയങ്ങ് കൊളുത്തി. ഇപ്പോഴത്തെ സംഭവത്തിൽ വിമർശനവുമായി ഹൈക്കോടതി തന്നെ എത്തിയിരിക്കുകയാണ്. ദിലീപിന് VIP പരിഗണന നൽകിയത് ഗൗരവതരമെന്നാണ് ഹൈക്കോടതി നിരീക്ഷണം. എന്ത് പ്രത്യേക പരിഗണനയാണ് ഇത്തരം ആളുകൾക്കുള്ളതെന്നും കോടതി ചോദിച്ചു. ദിലീപിനായി മറ്റ് ഭക്തരെ തടഞ്ഞുവെച്ചു. ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് മറ്റു ഭക്തർക്ക് തടസ്സം നേരിട്ടുവെന്ന് മനസ്സിലായെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം ദിലീപിന് സോപാനത്തിന് സമീപം ഹരിവരാസനം ചൊല്ലിത്തീരുന്നത് വരെ ദർശനത്തിന് അവസരം ഒരുക്കിയതിനെതിരെ ദേവസ്വം ബെഞ്ച് രൂക്ഷമായി വിമർശിച്ചിരുന്നു. ദൃശ്യങ്ങൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിരുന്നു. ദൃശ്യങ്ങൾ ഹാജരാക്കിയതിനെ തുടർന്ന് തുറന്ന കോടതിയിൽ വെച്ച ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ പരിശോധിച്ചുകൊണ്ടിരിക്കവെയായിരുന്നു കോടതിയുടെ പരാമർശം. ദിലീപിനായി മറ്റ് ഭക്തരെ തടഞ്ഞെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഇവരെ പോലെയുള്ള ആളുകൾക്ക് എന്തിന്റെ പേരിലാണ് പ്രത്യേക പരിഗണന നൽകുന്നത്? ഇത്തരം ആളുകൾക്ക് പ്രത്യേകം പരിഗണന നൽകുന്നതിന്റെ മാനദണ്ഡം എന്താണെന്നും കോടതി ചോദിച്ചു. ഹരിവരാസനം ചൊല്ലുന്ന സമയത്ത് നിരവധി ഭക്തർ അവിടെ ദർശനത്തിനായി കാത്തുനിൽപ്പുണ്ടായിരുന്നു. ദിലീപിന്റെ ദർശനത്തിനായി ആദ്യത്തെ നിരയിൽ തന്നെ ഭക്തരെ തടഞ്ഞു. ഇത് അനുവദിക്കാനാകില്ല. ആരാണ് ഭക്തരെ തടയാൻ അനുവാദം നൽകിയത്? മറ്റു ഭക്തരെ തടഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും അധികാരമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്നും കോടതി ചോദിച്ചു. ചുരുക്കി പറഞ്ഞാൽ ശബരിമല സന്ദർശനം മൊത്തത്തിൽ വിനയായിരിക്കുകയാണ് നമ്മുടെ സിനിമാ താരത്തിന്. ചില്ലുകൂപ്പി പോലും വൈറലാകുന്ന ഈ കാലത്ത് ശബരിമല വിഷയമൊക്കെ തൊട്ടാൽ പൊള്ളുന്ന കാര്യമാകുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു. ചില്ലുകുപ്പിയിൽ വെള്ളം കുടിച്ച ചിന്താ ജെറോമിനെ സോഷ്യൽ മീഡിയ ഏറിൽ കയറ്റിയ വാർത്തയും ഈ ആഴ്ച നാം കണ്ടതാണ്. CPIM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വെച്ച് ചിന്താ ജെറാം കുപ്പിവെള്ളം കുടിക്കുന്ന ഫോട്ടോ ഉപയോഗിച്ച് ചിന്ത ബിയർ കുടിക്കുന്നു എന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായ സൈബർ ആക്രമണം നടത്തിയ സംഭവം മലയാളി കണ്ടതാണ്. ചിന്തയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിക്കാൻ DYFIയും പിന്നാലെ ആഹ്വാനം ചെയ്തിരുന്നു. ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടക്കുന്ന സമ്മേളനത്തിൽ പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴിവാക്കി ചില്ലുകുപ്പിയിൽ വെള്ളം നൽകിയിരുന്നു. ഇത്തരത്തിൽ കുപ്പിയിൽ വെള്ളം കുടിക്കുന്ന ചിന്തയുടെ ചിത്രങ്ങളാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന അടിക്കുറിപ്പുകളോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന സൈബർ ആക്രമണത്തിനെതിരെ ചിന്താ ജെറോമും DYFI നേതൃത്വവും പ്രതികരണവുമായി രംഗത്തെത്തുകയുണ്ടായി. കരിങ്ങാലി വെള്ളക്കുപ്പി കാണുമ്പോൾ ബിയറാണെന്ന് തോന്നുന്നവരുടെ മനോനില പരിശോധിക്കണമെന്നും നല്ല രീതിയിൽ നടത്തുന്ന സമ്മേളനത്തിനിടയിൽ അർത്ഥശൂന്യമായ പരിഹാസങ്ങളുമായി ചിലർ എത്തുന്നുണ്ടെന്നും ചിന്ത പറയുകയുണ്ടായി.
അതേസമയം കുപ്പിവെള്ളം സമ്മേളനത്തിന്റെ ഡയസിൽ വെച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്നും ചിന്താ ജയറാം പറഞ്ഞു. വേദിയിലിരിക്കുന്ന സമയത്ത് കുപ്പിയിൽ നിന്നും ചൂടുവെള്ളം കുടിക്കുമ്പോൾ സദസ്സിലിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളിൽ പലരും ചിരിക്കുന്നുണ്ടായിരുന്നുവെന്ന് പറഞ്ഞ ചിന്ത പിന്നീട് വിഷ്വൽ എടുക്കാനായി ക്യാമറയും കൊണ്ട് വന്നിരുന്നതായും കൂട്ടിച്ചേർത്തു. ഇതിനു മുൻപും അസംബന്ധമായ പല കാര്യങ്ങളും പ്രചരിച്ചിട്ടുണ്ടെന്നും ഓരോ ദിവസവും എന്തെങ്കിലും കാര്യങ്ങൾ കരുതി വെച്ച് പുറത്തുവിടുകയാണെന്നും ചിന്ത പറഞ്ഞു. എന്നാൽ സൈബർ ആക്രമണത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്ന ആഹ്വാനവുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റും രംഗത്തെത്തിയിരുന്നു. ചിന്താ ജെറോമിന് എതിരായ സൈബർ ആക്രമണം അത്യന്തം ഹീനവും പ്രതിഷേധാർഹവുമാണെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. CPIM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വെച്ച് ചിന്താ ജെറോം കുപ്പിവെള്ളം കുടിക്കുന്ന ഫോട്ടോയും വീഡിയോയും ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിന്ത ബിയർ കുടിക്കുന്നു എന്ന രീതിയിൽ വ്യാപകമായ പ്രചരണം നടത്തുകയാണെന്നും VK സനോജ് ഫേസ്ബുക്കിൽ കുറിച്ചു. CPIM സമ്മേളനങ്ങൾ ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴിവാക്കി പകരം ചില്ലുകുപ്പിയിലാണ് സമ്മേളനത്തിൽ കുടിവെള്ളം നൽകിയിട്ടുള്ളത്. അങ്ങനെ നൽകിയിട്ടുള്ള കുടിവെള്ളം കുടിക്കുന്ന ഫോട്ടോയാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന തലക്കെട്ടുകളും അശ്ലീല പദങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരുന്നത്. എന്ത് കിട്ടിയാലും മുൻപും പിൻപും നോക്കാതെ പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയയ്ക്ക് കഴിഞ്ഞ ആഴ്ച ആഘോഷിക്കാനുള്ള ഒരു കാരണമായി ബിയർ കുപ്പി വിവാദവും മാറുകയായിരുന്നു. അടുത്ത ആഴ്ച പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.